Hello students. Next topic നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദറ്റ് ഈസ് പ്രസൻറ്റേഷൻ ടെക്നിക്. പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ നമ്മൾ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണ് ഒരു പ്രസൻറ്റേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രസൻറ്റേഷനിൽ നോക്കിയത്. അതെങ്ങനെ പ്രൊഫഷണലി ആവാം, അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് യൂസ് ചെയ്യാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് യൂസ് ചെയ്യാം, ഓർഗനൈസേഷൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതായത് എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം പ്രസൻറ്റേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് പ്രസൻറ്റേഷൻ്റെ ടെക്നിക്സ് ആണ്. അതായത് നമ്മൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സെമിനാർ ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് അലോട്ട് ചെയ്യുന്നതായിക്കൊള്ളട്ടെ, നമ്മൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് ഏതൊക്കെ പ്രസൻറ്റേഷൻ ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതൊക്കെ പ്രസൻറ്റേഷൻ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നോക്കുന്നത്. ദറ്റ് ഈസ് പ്രസൻറ്റേഷൻ ടെക്നിക്ക്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാദർ ഇൻഫർമേഷൻ. ഫസ്റ്റ് പ്രസൻറ്റേഷൻ ടെക്നിക്കാണ്, അതല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് ഗ്യാദർ ഇൻഫർമേഷൻ. ആസ് എ പാർട്ട് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്രസൻറ്റേഷൻ, ടെൽ അതർ പീപ്പിൾ അബൌട്ട് ദ ടോപ്പിക് ചോസൺ and ask them what they would want to hear about the subject. നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നവരോട് പറയുക, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് എന്നുള്ളത് എന്നോട് പറയൂ, ഞാൻ അതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യാം എന്ന് പറയാം. ദറ്റ് ഈസ് നോൺ ആസ് ഗ്യാദർ ഇൻഫർമേഷൻ. എല്ലാ ഇൻഫർമേഷനും നമ്മളെ കയ്യിൽ വേണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ, എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ ഫീൽഡും എനിക്ക് അറിയണം, എന്നാൽ എനിക്ക് എന്ത് പറയാം, ഏതാണ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം. അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ എനിക്ക് ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാം. ദറ്റ് ഈസ് നോൺ ആസ് ഗ്യാദർ ഇൻഫർമേഷൻ. Write down main ideas. The next step, speaker has to write down his main ideas outline format. എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഐഡിയകൾ ഞാനൊരു സ്ക്രിപ്റ്റായിട്ട്, അതല്ലെങ്കിൽ റിമെമ്പർ ചെയ്യാവുന്ന പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഡൗൺ ദ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത്. എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തൊക്കെ ഐഡിയകളുണ്ടോ അതെല്ലാം ഞാൻ എന്ത് ചെയ്യുക, പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കുന്നതിനെയാണ് റൈറ്റ് ഡൗൺ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് കാര്യമാണെങ്കിലും, ഇപ്പോൾ സെമിനാറൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ആ ടെക്സ്റ്റിങ്ങിൽ നിന്ന് വായിക്കുന്നതിന് പകരം മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്താണോ അത് എഴുതി വെച്ചതിന് ശേഷം അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യും. അത് ഗ്യാദർ ചെയ്തതിന് ശേഷം മെയിൻ പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കും. ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. അതായത് ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസൻറ്റ് ചെയ്യുക, ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്നത് അതിനെയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആ എൻഡിങ്ങിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമ്മറൈസ് അല്ലെങ്കിൽ സമ്മറി ഓഫ് ദ കണ്ടന്റ് എന്ന് പറയാം. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താണോ ഗോയിങ് ടു ബി പ്രസൻറ്റ്, ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്, ദറ്റ് ഇസ് നോൺ ആസ് ഇൻട്രൊഡക്ഷൻ. ആൻഡ് ദ കൺക്ലൂഷൻ ഇസ് ദറ്റ് സമ്മറി ഓഫ് ദറ്റ് ടോപ്പിക്, സമ്മറൈസേഷൻ ഓർ സമ്മറൈസ്ഡ് പോയിന്റ്. ഓക്കെ, അതാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ടെക്നിക്കായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. പ്രാക്ടീസ് ദ സ്പീച്ച്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പീച്ചിനൊക്കെ പോകാൻ തയ്യാറാവുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മളിപ്പം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തലേദിവസം നമ്മളൊന്ന് എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്ത് നോക്കും, അല്ലേ, ഈ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത്. പ്രാക്ടീസ് ഓഫ് ദ സ്പീച്ച് means loudly we are practicing that topic in several times until we can make more confident or comfortably we transmit that message to audience. എപ്പോഴാണോ നമ്മൾ കംഫർട്ടായിട്ട്, അതല്ലെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ആ ടോപ്പിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് തോന്നുന്ന അതുവരെ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു സ്പീച്ചിനെ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ പ്രാക്ടീസിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ്, പ്രോപ്പർ മോഡുലേഷൻ, വോളിയം,
ഐ കോണ്ടാക്ട്, ജസ്റ്റേഴ്സ്, ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ദ സ്പീച്ച്, ഞാൻ എന്ത് ചെയ്യുക, ആ സ്പീച്ചിനെ കുറിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോണതിൻ്റെ പിന്നെ ആ ടോപ്പിക്കുകൾ വായിച്ച് നോക്കുന്നു, പരീക്ഷ മോഡലായിട്ട് എഴുതി നോക്കുന്നു. അതിൻ്റെയൊക്കെ പർപ്പസ് എന്താണ്, ഒറിജിനലി നമ്മൾ ആ ഒരു ആക്ച്വൽ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നും കൂടി കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് എന്തുദ്ദേശിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാനും ബെറ്റർ ആക്കാനും സഹായിക്കും. പ്രാക്ടീസ് ദ സ്പീച്ച്. ഡെലിവറി സ്റ്റൈൽസ്. നെക്സ്റ്റ് പ്രസൻറ്റേഷൻ ടെക്നിക്, ഡെലിവറി സ്റ്റൈൽ. നമുക്ക് ഓൺലി റീഡിങ് ദ ടോപ്പിക് ഇസ് നോട്ട് എ കറക്റ്റ് മെത്തേഡ് ഓഫ് ഡെലിവറി. More than that, we have to be explained about the topic. We have to be explain all points related to the topic. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെലിവറി സ്റ്റൈൽ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് പ്രസൻറ്റർ ക്യാൻ മേക്ക് എക്സ്പ്ലനേഷൻസ്, എക്സാമ്പിൾസ്, സ്റ്റോറീസ്, ഹ്യൂമർ ടു ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിലെ എല്ലാ എക്സാമ്പിളുകൾ കോട്ട് ചെയ്യുക, അവർക്ക് വേണ്ട തമാശകൾ കോട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാം ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ നല്ല ഹ്യൂമർ സെൻസിൽ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുന്നതിനെയാണ് ഡെലിവറി സ്റ്റൈൽ എന്ന് പറയുന്നത്. യൂസ് ഓഫ് ദ പോഡിയം. അടുത്ത പ്രസൻറ്റേഷൻ ടെക്നിക്ക്, യൂസ് ഓഫ് ദ പോഡിയം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മുമ്പിലൊരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് പോഡിയം എന്ന് പറയുന്നത് കേട്ടോ. എ പോഡിയം പ്രൊവൈഡഡ് ഫോർ യൂസ് ഓഫ് പ്രസൻറ്റർ. ഒരു പ്രസൻറ്റർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോഡിയം യൂസ് ചെയ്യാം. നമുക്കവിടെ അതിൻ്റെ പോഡിയത്തിൻ്റെ മേലെ നമ്മളുടെ ബുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ടാബൊക്കെ കൊണ്ടുവന്നെങ്കിൽ ടാബൊക്കെ വെച്ചിട്ട് നമുക്കത് നോക്കിയിട്ട് ഇങ്ങനെ മെയിൻ പോയിൻറ്റ്സ് വായിക്കാം. അല്ലെങ്കിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ആ ബ്രീഫ് എക്സ്പ്ലനേഷൻ പോഡിയത്തിൻ്റെ മേലെ വെക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. Standing behind podium is more formal. Moving away establish a friendlier, closer relationship with the audience. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോഡിയം വെച്ചിട്ട് പോഡിയത്തിൻ്റെ അവിടെ ഇങ്ങനെ മാത്രം നിന്നിട്ട് ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതറിയാം, ദറ്റ് ഇസ് മോർ ഫോർമലായിട്ട് മാറും. എന്നാൽ പോഡിയത്തിൽ നിന്ന് മാറി നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓഡിയൻസിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നത് എന്താണ്, മോർ ഫ്രണ്ട്ലി വി പ്രസൻറ്റ് ദറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ പോഡിയം വേണമെങ്കിൽ യൂസ് ചെയ്യാം, പോഡിയത്തിൽ നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, പോഡിയം യൂസ് ചെയ്യാം. ചില സമയത്ത് നമുക്ക് ഈ ആളുകളുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് വേണമെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാം. ദറ്റ് ഈസ് നെക്സ്റ്റ് മെത്തേഡ്, ദറ്റ് ഈസ് യൂസ് ഓഫ് ദ പോഡിയം. നെക്സ്റ്റ് 7th പ്രസൻറ്റേഷൻ ടെക്നിക്ക്, ദറ്റ് ഈസ് ഡെലിവറി സ്റ്റൈൽ. ലെങ്ത് ഓഫ് ഡെലിവറി. ലെങ്ത് ഓഫ് ഡെലിവറി മീൻസ് മാക്സിമം ദ പ്രസൻറ്റേഷൻ ഇസ് 15 to 30 minutes. അതല്ലാതെ ഒരു 5 hours ഒക്കെ കണ്ടിന്യൂസ് പ്രസൻറ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും എന്ത് വരും, ബോറിംഗ് ആവും. അപ്പം അതുകൊണ്ട് ലെങ്ത് ഓഫ് ദ ഡെലിവറി ഹാസ് ടു ബി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. എത്രയാണോ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. സോ ലെങ്ത് ഓഫ് ഡെലിവറി ഈസ് ടു ബി ഡിസൈഡഡ് ഇൻ അഡ്വാൻസ് and it is good to limit the presentation within the time allowed. നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന ടൈം എത്രയാണോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഗുഡ് ഫോർ ദ വ്യൂ പോയിൻ്റ് ഓഫ് ഓഡിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഡെലിവറി നമ്മൾ പ്രീ പ്ലാൻഡ് ആവുക. മാക്സിമം നമുക്കറിയാം ഒരു അറ്റൻഷൻ മാക്സിമം അറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 15 to 30 minutes ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അറ്റൻഷൻ ടൈം അതാണെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ചില പ്രസൻറ്റേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു 3 hours ഒക്കെ ഉണ്ടാവും. 1.5 hours ഇടയിൽ ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 50 minutes അല്ലെങ്കിൽ ഒരു 30 minutes ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേപോലെ പക്ഷേ നമ്മൾ എന്താവണം, പ്രീ പ്ലാൻഡ് ദ ലെങ്ത് ഓഫ് ഡെലിവറി. എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡെലിവറി നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. അടുത്തത് ഐ കോണ്ടാക്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ,
ഐ കോണ്ടാക്ട് ഇസ് എസെൻഷ്യൽ ടു ഗെറ്റ് ഓഡിയൻസ് അറ്റൻഷൻ. നമ്മൾ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഐ കോണ്ടാക്ട് നമ്മൾ ഓരോരുത്തരെയും നോക്കുക പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് എന്തെങ്കിലും സെമിനാറായിട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരെയും നമ്മൾ നോക്കണം. ആ ഒരു എവിടേക്കും നോക്കാതെ ഒരു സ്ഥലത്തേക്ക് മാത്രം ബുക്കിൽ നോക്കിയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദറ്റ് ഈസ് എ ബോറിങ്. അപ്പോൾ എന്ത് ചെയ്യണം? ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. ദറ്റ് ഈസ് ഐ കോണ്ടാക്ട് ഇസ് എസെൻഷ്യൽ ടു ഗെറ്റ് ഓഡിയൻസ് അറ്റൻഷൻ. Speaker has to look at all segment of the audience by looking directly at individuals without lingering too long on any one person. ഒരു പേഴ്സണെ മാത്രം ഒരേ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ കണ്ണെത്താവുന്ന രൂപത്തിൽ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ പ്രസൻറ്റേഷൻ നടത്താൻ. സോ ഐ കോണ്ടാക്ട് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ സക്സസ് ഓഫ് എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ഐ കോണ്ടാക്ട്. വോയിസ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. എ ഗുഡ് സ്പീക്കിംഗ് വോയിസ് ഈസ് നാച്ചുറൽ ആൻഡ് റിഫ്ലക്ട് ദ സ്പീക്കേഴ്സ് പേഴ്സണാലിറ്റി ആൻഡ് സിൻസിയാരിറ്റി. വോയിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതാണ് നമ്മളുടെ പ്രസൻറ്റേഷൻ ഓഫ് പേഴ്സണാലിറ്റി ഓഫ് പ്രസൻറ്റേഷൻ കാണിക്കുക. നമ്മളുടെ കോൺഫിഡൻസ് കാണിക്കുന്നത് എന്താണ്? സിൻസിയാരിറ്റി കാണിക്കുന്നത് വോയിസ് ആണ്. നല്ല ഉച്ചത്തിൽ പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ചില ടോപ്പിക്ക് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ മെല്ലെ പറയും അല്ലേ? അപ്പം എന്താണ്, നമുക്കത് ടോപ്പിക്ക് അത്ര പരിചയമില്ല, അപ്പോൾ അതുകൊണ്ട് ആരും കേൾക്കാതിരുന്നാൽ വേഗം അങ്ങ് തീർക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പറയുന്നതാണ് ലോ സൗണ്ടിൽ. അപ്പം ലോ സൗണ്ട് ആവരുത്, എപ്പോഴും എങ്ങനെയായിരിക്കണം? വോയിസ് ഹൈ സൗണ്ടിലായിരിക്കണം. ദെൻ ഓൾസോ വോയിസ് മോഡുലേഷൻ. ചില സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ സ്റ്റോറിയൊക്കെ ചിലർ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ പേടി വരുന്ന സ്ഥലത്ത് ഇങ്ങനെ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള അവരുടെ വോയിസ് മോഡുലേഷൻ വരും. നേരെ മറിച്ച് സങ്കടം വരുന്ന സമയത്ത് അവരിങ്ങനെ സങ്കടത്തിൻ്റെത് പറയും അല്ലേ? അപ്പം അങ്ങനെ വോയിസ് മോഡുലേഷൻ എന്തിലായാലും പ്രസൻറ്റേഷനിലായാലും ഒക്കെ നമുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആരിനെ? ഓഡിയൻസിനെ പിടിച്ചിരുത്താനുള്ളത്. ഓക്കെ, അപ്പോൾ വോയിസസ് റിഫ്ലക്ട് ദ സ്പീക്കേഴ്സ് പേഴ്സണാലിറ്റി, സിൻസിയാരിറ്റി, ഹാസ് വൈറ്റലിറ്റി, portrays various shades of meaning, is easily heard and varies in speed, volume, intensity and pitch. പിച്ചിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. സോ വോയിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രസൻറ്റേഷൻ ടെക്നിക്. സ്പീക്ക് കാമായിട്ട്, ഓക്കെ, ഒരു മോഡറേറ്റ് സ്പീഡിൽ, എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് മീൻസ് സ്ലോ ആയിട്ടും പാടില്ല, എന്നാൽ ആർക്കും അറിയാൻ പറ്റാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെയാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സ്പീക്ക് കാമിലി. നമ്മൾ ചിലവരുണ്ടല്ലോ പറയുന്നത് കേട്ടോ, ആദ്യത്തെ എന്താ പറയുക സെൻറ്റൻസ് തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് മീൻസ് ആ സ്പീഡ് കണ്ടാൽ ഒരു 2 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തു പോയിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലായിട്ടും ഉണ്ടാവില്ല. ചിലവരതിന് വേണ്ടി തുടങ്ങിയതൊന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ ചിലവരുടെയൊക്കെ വോയിസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയാവണം? കാമായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് മോഡറേറ്റഡ് സ്പീഡിലായിരിക്കണം സംസാരിക്കേണ്ടത്, പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ളവർക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്പീക്ക് കാംലി. ഓക്കെ, അപ്പോൾ ട്രൈ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കാംലി അവരുടെ മുന്നിൽ നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദറ്റ് ഈസ് ദ നെക്സ്റ്റ് technique, that is speak calmly. And the last one, question and answer session. നമുക്കറിയാം after the session, after the presentation, normally the speaker provides some time to question and answer for the audience. Okay, so audience അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, പ്രസൻറ്റർക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. So that session is the last session, that is question and answer session. These are the main presentation technique. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടാവുന്ന ടോപ്പിക്കാണ്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഹെഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. എങ്ങനെയാണ് പ്രസൻറ്റേഷൻ നമ്മൾ നടത്തുന്നത്? പോസ്റ്റേഴ്സ്, പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. Poster is an important part of any presentation. Speaker is the leader throughout the presentation. അപ്പോൾ സ്പീക്കർ ആണല്ലോ ലീഡർ. He want his audience to see him relaxed and comfortable. Speaker has to pay attention to his posture. Posture, the way in which someone usually hold their shoulders, neck and back, or a particular position in which someone stands,
സിറ്റ് എക്സെട്ര. നമ്മളുടെ പോസ്റ്ററുകൾ നമ്മൾ കാണിക്കുന്ന നമ്മളുടെ കൈ കൊണ്ടുള്ളത്, നെക്ക് കൊണ്ടുള്ളത്, ബാക്ക് യൂസ് ചെയ്തിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നടന്നിട്ടൊക്കെ പറയുന്നത്, അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനെയാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റർ ഒരു ബെനഫിറ്റാണ് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം, അയാൾ കാണിക്കുന്ന പോസ്റ്റേഴ്സ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്സ് ടു ബ്രീത്ത് പ്രോപ്പർലി ആൻഡ് പ്രൊജക്റ്റ് ദ വോയിസ് എഫക്റ്റീവ്ലി. പോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും, വോയിസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സ്റ്റാൻഡിങ് പോസ്റ്റർ. ഓക്കെ, പീപ്പിൾ സ്റ്റാൻഡ് ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഓഫ് ദെയർ മൈൻഡ് സെറ്റ്. വെൻ സ്പീക്കർ സ്റ്റാൻഡ് in a strong and steady position with his feet about a shoulder width apart, it signals that he feel in control. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് പോസ്റ്ററിലാണെങ്കിൽ, നമ്മൾ നിൽക്കുന്നത് സ്റ്റാൻഡിങ്ങിലാണെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് ആണ് അവിടെ കാണുന്നത്. ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കോൺഫിഡൻസ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സ്റ്റാൻഡിങ് പോസ്റ്റർ എന്ന് പറയാം. Stand straight but not rigid, with his heel about 6 to 12 inch apart from one slightly ahead of the other. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡിങ് പോസ്റ്ററായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ, ഹാൻഡ്സ്. When speaker is not actively engaging in gesturing, he can rest his hands in one of two places. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇടും അല്ലേ, അപ്പോൾ അതൊരു ജസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണ്, മീൻസ് നമ്മളുടെ ഒരു നിൽക്കുന്നതിൻ്റെ ഒരു കംഫേർട്ട്നെസ് ആണത്. അപ്പോൾ ഹാൻഡ്സ് എന്ത് ചെയ്യാം, നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ ഈ ജസ്റ്റേഴ്സൊക്കെ നമ്മൾക്ക് എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൈ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ദറ്റ് ഈസ് ദ പോസ്റ്റർ, സെക്കൻഡ് പോസ്റ്റർ, ദറ്റ് ഈസ് ഹാൻഡ്. ഹോൾഡിങ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് gesturing as if you are holding a basketball between your hands is an indicator of confidence and control. നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ബാസ്കറ്റ് ബോൾ പിടിക്കുന്ന പോലെയൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ടല്ലോ, കൈ ഹോൾഡ് ചെയ്തിട്ട് പിടിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളുടെ കോൺഫിഡൻസ് ആണ്. എന്ത്, ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്തുള്ള കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. പാംസ് അപ്പ്, ഓപ്പൺനെസ് ആൻഡ് ഹോണസ്റ്റി കാണിക്കുന്നതാണ് പാംസ് അപ്പ്. ഓക്കെ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണിക്കുമല്ലോ. വൺസ് ക്യാൻ യൂസ് ദിസ് പോസ്റ്റർ യൂസിങ് ഓഫ് ഹിസ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. ദിസ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ദറ്റ് സ്പീക്കർ ഇസ് നോട്ട് ഓൺലി ഫോർ പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ബട്ട് ഓൾസോ അപ്പിയേഴ്സ് വില്ലിംഗ് ടു കണക്ട് സിൻസിയർലി വിത്ത് പീപ്പിൾസ് ഹി ഈസ് സ്പീക്കിംഗ് ടു. പാംസ് ഡൗൺ ചെയ്താലും ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ഓഫ് വ്യൂഡ് പോസിറ്റീവ്ലി ടു ആസ് എ സൈൻ ടു സ്ട്രെങ്ത്, അതോറിറ്റി ആൻഡ് അസർട്ടീവ്നെസ്. അപ്പോൾ പാംസ് അപ്പ് ചെയ്യുന്നതും പാംസ് ഡൗൺ ചെയ്യുന്നതൊക്കെ ജസ്റ്റേഴ്സാണ്. Steeple the hands. Some speakers prefer steeple their hands, which is when all 5 fingers on one hand touch the 5 fingers on the opposite hand. അതാണ് നമ്മളിങ്ങനെ ഒരു സ്റ്റീപ്പിൾ ദ ഹാൻഡ്, നമ്മൾ ഒരു കൈ കൊണ്ട് മറ്റേ കൈയിനെ അങ്ങനെ 5 വിരലിനെയും പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമല്ലോ, ആ രീതിയിൽ ചെയ്തിട്ട് പ്രസൻറ്റേഷൻ നടത്തുന്നതാണ് സ്റ്റീപ്പിൾ ദ ഹാൻഡ് എന്ന് പറയുന്നത്. ചേഞ്ചസ് ദ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. നമ്മളെപ്പോഴും ഒരേ പൊസിഷൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെ, എന്നാൽ ഇങ്ങനെ ഓടിക്കളിക്കാനും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിൽ നമ്മൾ കുറച്ച് നടക്കുക, പിന്നെ സ്റ്റോപ്പ് ചെയ്യുക, ആ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്. അതപ്പോൾ ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ട്, മീൻസ് കണ്ടിന്യൂസ് ആയിട്ടും ആവരുത്, എന്നാൽ പൊസിഷൻ എന്ത് ചെയ്യണം, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ അത് നിങ്ങൾ കാണാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സെമിനാർ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ അവിടെ നിന്ന് മാറി ഇങ്ങനെ കുറച്ച് മാറി നിന്നിട്ടൊക്കെ ആയിരിക്കും പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് എന്ത്, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് സ്റ്റാൻഡിങ് പോസ്റ്റർ, ഹാൻഡ്, holding like a basketball, palm up, palm down, steeple the hands and change the position frequently. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 2 ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ദറ്റ് ഈസ് പ്രസൻറ്റേഷൻ ടെക്നിക്കും ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സും. ഓക്കെ, താങ്ക് യു.